നമുക്കിന്നൊരു അടിപൊളി മസാല കറി റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു ചെറിയ ബീട്രൂട്ട് കൂടി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവാനായിട്ട് വെക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെരുംജീരകം, 2-3 കഷ്ണം പട്ട, അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു തണ്ട് കറിവേപ്പില, ആവശ്യത്തിനുള്ള നാളികേരം. ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണേ. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി. നമുക്ക് ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാലയാണെങ്കിലും എടുക്കാം കേട്ടോ. ഇത് പൊടികളുടെ പച്ചമണം മാറത്തക്ക രീതിക്ക് നല്ലപോലെ തന്നെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണേ. ഇതുപോലെ ആയതിനു ശേഷം നമുക്കിത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നമ്മൾ നേരത്തെ വേകാൻ വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് വലിയ 2 സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. നാടൻ കറികൾ വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഇതൊന്ന് കളറൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി, വലുതാണെങ്കിൽ ഒരു മുറി എടുത്താൽ മതി കേട്ടോ. ഇതുകൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഞാൻ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചതാണ്. ഗ്രീൻ പീസിൽ ഉപ്പിട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. ഇതുകൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിക്കാതെ നമ്മൾ നേരത്തെ സവോള വഴറ്റിയല്ലോ, ആ സമയത്ത് നമുക്ക് സവോളൻ്റെ കൂടെ ഇട്ട് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഇതുപോലെ മസാലക്കറി വെക്കാം. ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരക്കൂട്ടുണ്ടല്ലോ, ഇതുകൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് നമ്മൾ നോക്കിയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഷ്ണം വേവിക്കുന്ന സമയത്തും ഉപ്പിട്ടിട്ടുണ്ട്, ഗ്രീൻ പീസ് വേവിക്കും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനുള്ള താളിപ്പ് റെഡിയാക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ചെറിയുള്ളി, കറിവേപ്പില കൂടിയിട്ട് താളിച്ച് നമ്മൾ മസാലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം കമൻറ്റായി അറിയിക്കാൻ കൂടി മറക്കല്ലേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറേ റെസിപ്പികളുടെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കാണണേ.